ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ സൈക്കോളജി ട്യൂട്ടർ. സൈക്കോളജി കേസ് ഡയറിയിൽ ഇന്ന് പരിചയപ്പെടുന്നത് ബില്ലി മിലിഗനെയാണ്. മാനസിക വൈകല്യം കാരണം തൻ്റെ കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയ അമേരിക്കയിലെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വൈകല്യമുള്ള ആദ്യത്തെ വ്യക്തിയാണ് അയാൾ. ദ ക്യാമ്പസ് റേപ്പിസ്റ്റ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. കാരണം കവർച്ച ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ അയാൾ ചെയ്തിരുന്നു. ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും റേപ്പ് ചെയ്യുകയും ചെയ്തതിന് അയാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. 1955 ബില്ലി മിലിഗൻ ജനിച്ചത്. ബില്ലിക്ക് 4 വയസ്സുള്ളപ്പോൾ വിഷാദരോഗം ബാധിച്ച് അയാളുടെ പിതാവ് ആത്മഹത്യ ചെയ്തു. അയാൾക്ക് 8 വയസ്സുള്ളപ്പോൾ അയാളുടെ അമ്മ വീണ്ടും വിവാഹം കഴിച്ചു. രണ്ടാനച്ഛൻ തന്നെ ബലാത്സംഗം ചെയ്യുകയും ജീവനോടെ കുഴിച്ചു മൂടുകയും കൈവിരലുകളിലും കാൽവിരലുകളിലും കെട്ടി തല കീഴായി തൂക്കിയിട്ടെന്നും ബില്ലി പറഞ്ഞിരുന്നു. ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതായിരിക്കാം ബില്ലിയുടെ ഈ വൈകല്യത്തിൻ്റെ തുടക്കമെന്നാണ് വിശ്വസിക്കുന്നത്. ബില്ലിയുടെ ജീവിതകാലത്ത് 24ഓളം വ്യത്യസ്ത വ്യക്തിത്വങ്ങളുണ്ടെന്ന് നിർണയിക്കപ്പെട്ടു. അതിൽ 10 വ്യക്തിത്വങ്ങളായിരുന്നു പുറമെ പ്രകടമായിരുന്നത്. ആദ്യമുള്ളത് വില്യം സ്റ്റാൻലി മിലിഗൻ. അതായിരുന്നു അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം. രണ്ടാമതുണ്ടായിരുന്നത് റീഗൻ എന്ന 23കാരനായിരുന്നു. മറ്റെല്ലാ വ്യക്തിത്വങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശാരീരിക ശേഷിയിൽ ഏറ്റവും ശക്തനായിരുന്നു റീഗൻ. ദ കീപ്പർ ഓഫ് ദ ഹേറ്റ് എന്നായിരുന്നു റീഗൻ അറിയപ്പെടുന്നത്. ബില്ലിയെയും ദുർബലരായ മറ്റു വ്യക്തിത്വങ്ങളെയും പുറത്തുള്ള കഠിനമായ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കാനായിരുന്നു റീഗൻ വന്നിരുന്നത്. പല സമയങ്ങളിലും കവർച്ച ചെയ്തിരുന്നത് ഈ വ്യക്തിത്വമായിരുന്നു. മൂന്നാമതുണ്ടായിരുന്നത് 22 വയസ്സുകാരനായ ആർത്തർ ആയിരുന്നു. ആർത്തർ വളരെ ബുദ്ധിമാനായിരുന്നു, ഒപ്പം തന്ത്രശാലിയും. ആർത്തർ മെഡിസിനും സയൻസും പഠിച്ചിരുന്നു. ആർത്തറാണ് ഏത് വ്യക്തിത്വമാണ് വരേണ്ടത് എന്ന് തീരുമാനമെടുത്തിരുന്നത്. നാലാമത് അലൻ. പുകവലിക്കുന്ന ഒരേയൊരു വ്യക്തിത്വം. ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവനായിരുന്നു അവൻ. പലപ്പോഴും ബില്ലിയെ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചത് അവനായിരുന്നു. അലൻ വലത് കൈ ഉപയോഗിച്ചായിരുന്നു എഴുതിയിരുന്നത്, പക്ഷേ ബില്ലി ഇടത് കൈ ഉപയോഗിച്ചു. അഞ്ചാമത് 14 വയസ്സുകാരനായിരുന്ന ഡാനിയായിരുന്നു. മിക്ക ആളുകളോടും, പ്രത്യേകിച്ച് പുരുഷന്മാരെ, അവൻ ഭയപ്പെട്ടിരുന്നു. ചെറുപ്പകാലഘട്ടത്തിൽ രണ്ടാനച്ഛനിൽ നിന്നും ക്രൂരതകൾ നേരിട്ടപ്പോൾ ഉണ്ടായ പേഴ്സണാലിറ്റിയാണ് ഡാനി എന്നാണ് പറയപ്പെടുന്നത്. ആറാമത് 16 വയസ്സുകാരനായിരുന്ന ടോമി ആയിരുന്നു. ടോമി ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ കൈവിലങ്ങിൽ നിന്ന് രക്ഷപ്പെടാനും ഓടിമറിയാനും കഴിവുള്ളവനായിരുന്നു അവൻ. ടോമി സാക്സോഫോൺ വായിക്കുകയും ചെയ്യുമായിരുന്നു. ഏഴാമതായി വളരെ ചുരുക്കം ചില സ്ത്രീ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു അഡലാന, 19 വയസ്സുള്ള ലെസ്ബിയൻ. അഡലാനയ്ക്ക് ബില്ലിയുടെ മറ്റു വ്യക്തിത്വങ്ങളുമായി സ്നേഹബന്ധമുണ്ടായിരുന്നു. 3 പെൺകുട്ടികളുടെ റേപ്പിന് കാരണക്കാരി അഡലാന എന്ന വ്യക്തിത്വമാണെന്നാണ് പറയപ്പെടുന്നത്. എട്ടാമതായി ക്രിസ്റ്റഫർ. 13 വയസ്സായിരുന്നു ക്രിസ്റ്റഫറിന്. ക്രിസ്റ്റഫർ എന്ന വ്യക്തിത്വത്തിന് ആർത്തറിനെ പോലെ ഇംഗ്ലീഷ് ഒരുപാട് നന്നായി സംസാരിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. അപൂർവമായി മാത്രമേ ക്രിസ്റ്റഫർ വന്നിരുന്നുള്ളൂ. 9ാമതുള്ള വ്യക്തിത്വമാണ് ക്രിസ്റ്റീൻ, 3 വയസ്സുകാരി. ക്രിസ്റ്റഫർ എന്ന വ്യക്തിത്വത്തിൻ്റെ സഹോദരിയാണ് ക്രിസ്റ്റീൻ. 10ാമത് ഡേവിഡ്, 8 വയസ്സുകാരൻ, ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇനിയുമുണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ. ദ ടീച്ചർ എന്ന വ്യക്തിത്വവും അയാൾക്കുണ്ടായിരുന്നു. മറ്റ് വ്യക്തിത്വങ്ങളെ അവരുടെ കഴിവുകളെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ദ ടീച്ചർ. 1970 ബില്ലി മിലിഗനെ കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്തു. യഥാർത്ഥ ബില്ലി ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ബില്ലി മിലിഗന് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഉണ്ടെന്നും അറസ്റ്റിന് ശേഷം സൈക്കോളജിസ്റ്റ് നിർണയിച്ചു. പലപ്പോഴും ബില്ലി മിലിഗനല്ല, മറിച്ച് ബില്ലിയുടെ മറ്റ് വ്യക്തിത്വങ്ങളാണ് ആ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. എന്താണ് DID? ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ മുമ്പ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പല കാരണങ്ങളാൽ കൊണ്ട് ഉണ്ടാകുന്ന സങ്കീർണമായ മാനസികാവസ്ഥയാണിത്. ഇതിനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പേരുണ്ട്.
DID പലപ്പോഴും ആരംഭിക്കുന്നത് കുട്ടികളിലുണ്ടാവുന്ന ലോങ് ടേം ട്രോമകൾ കൊണ്ടാണ്. 100% ആളുകൾക്ക് മാത്രമേ DID വരികയുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതൊരു തീവ്ര വിഭാഗത്തിൽപ്പെട്ട ഡിസോസിയേഷനാണ്. ചിന്തകളിലോ ഓർമ്മകളിലോ വികാരങ്ങളിലോ പ്രവൃത്തികളിലോ സ്വബോധത്തിലോ ഡിസോസിയേഷൻ സൃഷ്ടിക്കുന്ന അവസ്ഥ. ഇത് ഒരു തരത്തിലുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്. DID ഉള്ളപ്പോൾ 2 അതിലധികമോ പ്രത്യേക ഐഡന്റിറ്റികൾ ഒരു മനുഷ്യന് ഉണ്ടാവും. വ്യത്യസ്ത സമയങ്ങളിൽ അത് പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ ഐഡന്റിറ്റിക്കും അതിൻ്റേതായ ചിന്തകളും സ്വഭാവ സവിശേഷതകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുണ്ട്. DID അനുഭവിക്കുന്ന ആളുകൾക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപെട്ടതായ തോന്നൽ, മൈക്രോ അംനീഷ്യ, കൺഫ്യൂഷൻസ്, താൻ ആരാണെന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതാണ്. DIDയുടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്നത് പ്രഗത്ഭരായ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളുമാണ്. DID പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയില്ലെങ്കിലും ചികിത്സ വഴി രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും മെച്ചപ്പെട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇന്നത്തെ കേസും അതിനോടനുബന്ധമായ രോഗാവസ്ഥയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.